പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് സെപ്റ്റംബർ മാസം 11 വ്യാഴാഴ്ച. ദിവ്യകാരുണ്യനാഥ, പുതിയൊരു പ്രഭാതം നൽകിയതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടെ ഈ ദിവസം ഞങ്ങൾ ആരംഭിക്കട്ടെ. കർത്താവിൻ്റെ സംരക്ഷണം സമൃദ്ധമായി ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കാൻ, അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകമനുസരിച്ച് മാത്രം മുന്നോട്ട് പോകാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളെല്ലാ പ്രവർത്തന മേഖലകളിലും അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ കർത്താവേ. ലൂക്കാ സുവിശേഷം 17-ാം അധ്യായം 21-ാം വചനത്തിൻ്റെ അവസാന ഭാഗം ധ്യാനിക്കാം. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. നീ നിനക്ക് വേണ്ടി ജീവിക്കാതെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ദൈവരാജ്യം ആഗതമാകും. ദൈവമാണ് അവിടെ നമ്മുടെ രാജാവ്. എന്നാൽ എവിടെ മനുഷ്യൻ അവൻ്റെ മഹത്വത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി ജീവിക്കുന്നുവോ അവിടെ നരകരാജ്യം ആരംഭിക്കും. പിശാചായിരിക്കും അവരുടെ രാജാവ്. എന്നും അവിടെ അസ്വസ്ഥതകളായിരിക്കും. ക്രിസ്തു തന്നെയാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യം. അവിടുന്ന് നമ്മോടൊപ്പമുണ്ട്. ഇന്ന് ഈ വലിയ വിശ്വാസത്തോടെ നമ്മുടെ താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ക്രിസ്തുവിൻ്റെ പകരക്കാരായി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടായിട്ടിപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.